വീട് നമ്മൾ ഹാൻസിലേക്ക് തന്നെയാണ് പോകുന്നത്. ഹാൻസ്, നമ്മൾ മുൻപ് പറഞ്ഞു നിർത്തിയതുപോലെ തന്നെ നമുക്കറിയാം ഈ തമ്പാനൂര് സ്റ്റേഷനിൽ നേരിട്ട് പരാതി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ED ഉദ്യോഗസ്ഥൻ. സംഘർഷത്തിൽ 4 പേർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഈ പരിക്കുകളൊക്കെ ഗുരുതരമാണോ? എന്താണ് ഉന്നയിച്ചിരിക്കുന്ന പരാതികൾ? അഞ്ജലി, 4 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ ഒരാൾ ഈ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർ ശ്രീകാര്യം സ്വദേശിയായിട്ടുള്ള ശ്യാമാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണിന് സമീപമാണ് പരിക്കേറ്റിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രാഥമികമായിട്ടുള്ള ചികിത്സ ഈ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നിന്ന് നൽകിയതിന് ശേഷം അദ്ദേഹത്തെ ഇപ്പോൾ സമീപത്തെ കണ്ണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. കണ്ണുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള കൂടുതൽ പരിക്കുകൾ പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ കണ്ണാശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. അവിടുത്തെ പരിശോധനയ്ക്ക് ശേഷം അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയാണുള്ളത്. കാരണം അദ്ദേഹത്തിൻ്റെ മൊഴിയിൽ നിലവിൽ കേസെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനോടൊപ്പം തന്നെ ED ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയിൽ പറയുന്നത് ED ഉദ്യോഗസ്ഥരെ കൂട്ടം ചേർന്ന് മർദ്ദിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അങ്ങനെ മർദ്ദിക്കാൻ ശ്രമിച്ചു എന്നാണ് ED ഉദ്യോഗസ്ഥർ പരാതി നൽകുന്നതെങ്കിൽ കൊലപാതക ശ്രമത്തിനടക്കം കേസെടുക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഇനിയിപ്പോൾ ഈ പരാതിയുടെ അടിസ്ഥാനത്തിലായിരിക്കും. ഒപ്പം തന്നെ തമ്പാനൂർ സ്റ്റേഷനിലായിരിക്കില്ല, മ്യൂസിയം പോലീസ് സ്റ്റേഷനിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസ് രജിസ്റ്റർ ചെയ്യുക എന്നാണ് നമുക്കിപ്പോൾ ഏറ്റവും അവസാനമായി ലഭിക്കുന്ന വിവരം. കാരണം പോലീസ് പറയുന്നതനുസരിച്ച് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ സംഭവം നടന്ന പ്രദേശം മ്യൂസിയം പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണ്. അതുകൊണ്ട് തന്നെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് ഈ കേസ് തമ്പാനൂർ പോലീസ് കൈമാറും എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ആ ഘട്ടത്തിൽ, ആ സംഘർഷം നടന്ന ഘട്ടത്തിൽ പെട്ടെന്ന് അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ ഏറ്റവും പെട്ടെന്ന് എത്താൻ കഴിയുന്ന പോലീസ് സ്റ്റേഷൻ എന്നുള്ള നിലയ്ക്കാണ് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ED ഉദ്യോഗസ്ഥരുടെ വാഹനം എത്തിയിട്ടുള്ളത്. എന്തായാലും നിലവിൽ ED ഉദ്യോഗസ്ഥർ 4 ED ഉദ്യോഗസ്ഥരും അതിനോടൊപ്പം തന്നെ 8 സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം 12 പേർ ഇപ്പോൾ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലുണ്ട്. ആ കൂട്ടത്തിൽ 5 പേർ വനിതാ ഉദ്യോഗസ്ഥരാണ്. അവരിനി മറ്റേതെങ്കിലും തരത്തിലുള്ള പരാതികൾ നൽകുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ അതേസമയം പോലീസുകാർക്കും 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിലൊരാൾ രജിത്താണ്. അദ്ദേഹത്തിൻ്റെയാണ് കുറച്ചുകൂടി ഗുരുതരമായിട്ടുള്ള പരിക്ക്. അദ്ദേഹത്തിനും കണ്ണിന് താഴെയാണ് പരിക്കേറ്റിട്ടുള്ളത്. ഒപ്പം തന്നെ തലയ്ക്കും ചെറിയൊരു പരിക്കേറ്റിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ സ്കാനിങ് ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജനറൽ ആശുപത്രിയിൽ അതിനുള്ള സൗകര്യമില്ലാത്തതിനാൽ നിലവിൽ അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജിലെ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ഏതെങ്കിലും തരത്തിലുള്ള ഗുരുതരമായ പരിക്ക് അദ്ദേഹത്തിന്റെ തലയ്ക്ക് പറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത. പ്രതിഷേധാക്രമണത്തിൽ പരിക്കേറ്റ ഡ്രൈവറുടെ പ്രതികരണം കൂടി ഒന്ന് കേട്ടുവരാം. ചില്ലി അരച്ച അല്ല, വേറെ കണ്ണിന് എക്സ്റേ എടുക്കാൻ പറഞ്ഞായിരുന്നു. കൈക്ക് ചില്ലി കയറിയിരുന്നു, അതെടുത്തായിരുന്നു. വേറെ ആർക്കും പരിക്ക്, മറ്റേ ഒരു ലേഡിക്ക് എന്തോ പറ്റിയായിരുന്നു. ഒരു വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയായിരുന്നു. ഇവിടെ നിന്ന് അറിയത്തില്ല, അങ്ങനെ എന്തോ ആണ്, പിന്നെ അറിയത്തില്ലായിരുന്നു.